എന്താണ് മുടി കൊഴിച്ചിൽ? അതിന്റെ ഒരു നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു 50 മുതൽ 100 വരെ മുടി കൊഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളില്ല. അതൊരു നോർമൽ കണ്ടീഷനാണ്. അതിൽ കൂടുതലാവുന്ന സമയത്താണ് നമ്മളതൊരു മുടികൊഴിച്ചിൽ എന്നുള്ളൊരു കണ്ടീഷനായിട്ട് പറയാം. മുടികൊഴിച്ചിൽ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തൻ്റെ മുടി കൊഴിഞ്ഞത്? അതിന് സ്ട്രെസ് ആണോ, നമ്മൾ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാത്തതുകൊണ്ടാണോ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡോക്ടറെ, ഈ കുളിയൊക്കെ കഴിഞ്ഞ് തല ചോർത്തുമ്പോൾ മുടി കൊഴിയുന്നത്, സ്ഥിരമായിട്ട് മുടി കൊഴിയുന്നത് നോർമലാണോ അതോ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ചോദ്യം ഇതൊരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എല്ലാവരുടെയും ഒരു സംശയമാണ്. അപ്പോൾ നല്ലൊരു ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഇന്ന് ഒ പിയിലാണെങ്കിലും അതുപോലെ തന്നെ എനിക്ക് വരുന്ന കുറേ എൻക്വയറീസിൽ മെസ്സേജായിട്ട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ തോർത്തുന്ന സമയത്ത് നല്ലോണം മുടി കൊഴിയുന്നുണ്ട്, പില്ലോ രാവിലെ എണീക്കുന്ന സമയത്ത് തലയണ കവർ മൊത്തം മുടിയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ഒരാൾ പിടിക്കുമ്പോഴേക്ക് മുടി ഫുള്ളായിട്ട് ഊരിപ്പോരുന്നുണ്ട്. അതേപോലെ ബോയ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ ഒന്ന് മുടി സെറ്റാക്കാൻ വേണ്ടി കൈ തൊടുന്ന സമയത്തേക്ക് മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ട് ഇത് നോർമലാണ്. പക്ഷേ ഒരു 90% ആൾക്കാരും കുറഞ്ഞ രീതിയിൽ മുടി കൊഴിയുമ്പോഴേക്ക് ഓക്കെ മുടി കൊഴിച്ചിലിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം, ട്രീറ്റ്മെൻറ്റ് എടുക്കണോ അതൊരു നോർമൽ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് മുടി കൊഴിച്ചിൽ, എത്രത്തോളം മുടി കൊഴിയുന്ന സമയത്താണ് അതൊരു ഹെയർ ഫാൾ അല്ലെങ്കിൽ അതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സാഹചര്യം വരുന്നത്, അത് സ്ഥിരമായിട്ടുള്ള ഒരു സാധനമാണോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ നമ്മൾ ഇതിന് ഫലപ്രദമായ ചികിത്സ നൽകുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ എന്താണ് മുടി കൊഴിച്ചിൽ നോക്കാം. മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു അബ്നോർമാലിറ്റിയാണ്. അതിൻ്റെ ഒരു നോർമൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു 50 മുതൽ 100 വരെ മുടി കൊഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളില്ല. അതൊരു നോർമൽ കണ്ടീഷനാണ്. അതിൽ കൂടുതലാവുന്ന സമയത്താണ് നമ്മളതൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ എന്നുള്ളൊരു കണ്ടീഷനായിട്ട് പറയാം. അത് 50 മുതൽ 100 വരെ നോർമലാണ്, 100, 150 എബോവ്. ഈ ഒരു സാഹചര്യം സ്ഥിരമായിട്ട് ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു ദിവസം കൊഴിയേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ കൂടുതൽ മുടി കൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കണ്ടീഷൻ. അപ്പോൾ നമ്മൾ തോർത്തുന്ന സമയത്തും മുടി ചീകുന്ന സമയത്തും തൊടുന്ന സമയത്തും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 50 മുടി അല്ലെങ്കിൽ ഒരു 60 മുടിയാണ് ഡെയിലി എന്നുണ്ടെങ്കിൽ അതൊരു നമ്മളൊരു ചികിത്സയോ അല്ലെങ്കിൽ അതൊരു മൈൻഡ് ആക്കേണ്ട കണ്ടീഷനല്ല. പിന്നെ നമ്മളിത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേറൊരാളെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്. 40 മുതൽ 60 വരെ മുടി ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് മുകളിലേക്ക് പുൾ ഔട്ട് ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു 10% എത്ര മുടിയാണോ പിടിച്ചത്, ഇപ്പം 40 മുതൽ 60 വരെ പിടിക്കുന്ന സമയത്ത് അതിലൊരു 4, 6 ഈ ഒരു റേഞ്ചിൽ നമ്മളെ കയ്യിൽ മുടി കിട്ടി വിചാരിച്ച് കുഴപ്പമില്ല, അതൊരു നോർമലാണ്. അതിൽ കൂടുതൽ 10% കൂടുതൽ മുടി നമ്മുടെ കയ്യിൽ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുക. ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട്. മെയിനായിട്ട് സ്ട്രെസ്സാണ്. നമ്മൾ ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ ടെൻഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും മെൻ്റൽ സ്ട്രെസ് മാത്രമാണ്. അല്ല, മെൻ്റലിയും ഫിസിക്കലിയും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ടെൻഷൻ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കോശങ്ങൾക്ക് അത് ഡാമേജ് ഉണ്ടാക്കും. കോശങ്ങൾക്ക് കറക്റ്റായിട്ട് പോഷകങ്ങളും ഇത് എത്താത്ത സമയത്തും അതുപോലെ മുടി കൊഴിച്ചിലുണ്ടാവും. ഇപ്പോൾ മാനസികമായ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ പെട്ടെന്നുള്ള പേടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യം, ജോലി സംബന്ധമായോ അല്ലെങ്കിൽ വീട്ടിലോ ഫാമിലി ഏതൊരു കാരണത്താലും നമ്മുടെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് നമ്മൾ മുടി കൊഴിച്ചിലുണ്ടാവും. അതുപോലെയാണ് ഫിസിക്കൽ സ്ട്രെസ്സ്. ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് ശാരീരികമായിട്ട് കനത്ത പനി വരിക. ചെറിയൊരു പനി വന്ന് പോകുന്നതിനെയല്ല പറയുന്നത്, കനത്ത പനി ഒരു 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഹൈ ടെമ്പറേച്ചറുള്ള ഫീവർ വരികയാണെങ്കിൽ, എന്തെങ്കിലും സർജറി, അല്ലെങ്കിൽ ഇപ്പോൾ ഗർഭാവസ്ഥയിൽ, അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെയാണ് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുക, നമ്മളെ എന്തെങ്കിലും പരിക്ക് പറ്റുക, ആക്സിഡൻസ്, ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സഡൻ ചേഞ്ചാണ് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്നത്. ഈ ഒരു സമയത്ത് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്.
പിന്നെ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടുക, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ. ചിലർ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് അവിടുത്തെ വെള്ളം ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. ആ ക്ലോറിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് തള്ളി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ചിലർക്ക് പെട്ടെന്ന് ചൂടിൽ നിന്ന് തണുപ്പ് കാലാവസ്ഥയിൽ എത്തുന്ന സമയത്തും ഈ ഒരു മുടികൊഴിച്ചിൽ കൂടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സിറ്റുവേഷൻ. ഇത് കൂടാതെ നമ്മൾ തല കഴുകുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് തല തോർത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ കുളിച്ച ഉടനെ ഹെൽമെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഈ സാഹചര്യം നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെയാണ് ശരീരത്തിലെ പ്രോട്ടീൻ, വൈറ്റമിൻസിൻ്റെ കുറവ്, മിനറൽസ്. ഈ സാധനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ മുടികൊഴിച്ചിലുണ്ടാവും. മെയിനായിട്ട് പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, സിങ്ക്, ഇതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇവയിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം ബാധിക്കുന്നത് മുടി കൊഴിച്ചിലിനെയാണ്. മുടി മീൻസ് കൊഴിച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. അത് വൈറ്റമിൻ ഡി ഒക്കെ നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വരെ എത്താറുണ്ട്. ചിലർ പറയുന്ന വെയിൽ കൊണ്ടാൽ പോരെ, പക്ഷെ ഒരു ലിമിറ്റിൽ താഴെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിലിൽ നിന്ന് പോലും വൈറ്റമിൻ ഡി കിട്ടില്ല. കാരണം ശരീരത്തിന് അത് ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റിയിൽ വരെ കുറവുണ്ടാവും. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് തന്നെ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, നമ്മുടെ ശരീരം നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, SLE, അതേപോലെ അലോപേഷ്യ ഏരിയേറ്റ, ഈ ഒരു സാഹചര്യത്തിലൊക്കെ മുടികൊഴിച്ചിൽ കൂടാനുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ സഡൻ ആയിട്ട് ഹോർമോണൽ ചേഞ്ചസ് വരിക. ഇപ്പോൾ പീരിയഡ്സ് നിൽക്കുന്ന മെനോപോസൽ വുമൺസിൽ, അതേപോലെ അഡൾട്ടിലേക്ക് കടക്കുന്ന പെൺകുട്ടികളിൽ, അതുപോലെ തന്നെ ഈ ഗർഭാവസ്ഥ, ഡെലിവറിക്ക് ശേഷം, ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന സമയത്ത് അപ്പോഴും മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് കഷണ്ടി ഉള്ളവരിൽ പൊതുവെ കഷണ്ടി കിട്ടാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ ചിലരിപ്പോൾ വന്ന് സംശയം ചോദിക്കുന്നതാണ്, അച്ഛനൊരു 50-ാമത്തെ വയസ്സിലെ കഷണ്ടി ചെയ്ത, പക്ഷേ എനിക്കൊരു 25 ആയപ്പോൾ തന്നെ കഷണ്ടി വരുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അന്നത്തെ ജീവിതശൈലിയും ഇന്നത്തെ ജീവിതശൈലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ന്യൂട്രിയൻസും അതേപോലെ മിനറൽസും അതേപോലെ വൈറ്റമിൻസും കുറവുള്ള ഭക്ഷണവും ഒപ്പം നമുക്ക് ഈ പാരമ്പര്യം കൂടെ വരുന്ന സമയത്താണ് നമുക്ക് നേരത്തെ കാലത്തെ മുടികൊഴിച്ചിൽ ഉണ്ടാവുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മുടിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർ, സ്ട്രെയിറ്റനിങ്, കളറിങ്, അല്ലെങ്കിൽ നമ്മളത് ബ്ലീച്ച് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവരിൽ ആ കെമിക്കൽസ് എല്ലാ ആളുകളിലും ഒരേപോലെ മീൻസ് ബോഡി അഡാപ്റ്റ് ചെയ്തോളണമെന്നില്ല. അപ്പോൾ ബോഡി അതിന് പ്രതികരിക്കും. അപ്പോൾ പറ്റാത്ത സാഹചര്യത്തിൽ മുടികൊഴിച്ചിലായിട്ടാണ് അത് പുറത്തു വരിക. അല്ലെങ്കിൽ ചിലർക്ക് ഫംഗൽ ഇൻഫെക്ഷൻ, അതേപോലെ ഡെർമറ്റൈറ്റിസ്, ഈ രീതിയിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരിൽ കാണാറുണ്ട്. എല്ലാവർക്കും കാണുന്നുള്ള രീതിയിലല്ല പറയുന്നത്, ചില സാഹചര്യങ്ങൾ അങ്ങനെ നമുക്ക് കാണാറുണ്ട്. പിന്നെ എന്താ വെച്ചാൽ, മുടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. മീൻസ് അതിലെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കരമായിട്ട് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിലിപ്പോൾ ചിലർക്ക് കഷണ്ടി ആയിരിക്കും, ചിലർക്ക് അതുപോലെ തന്നെ നെറ്റി കൂടുതലാവുക. ഈ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈവൻ ഫോട്ടോ എടുക്കാൻ, അതേപോലെ പുറത്തു പോവാൻ, ഒരാളെ ഫേസ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മുടികൊഴിച്ചിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുകയോ ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഉടനടി ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ എണ്ണ, അതുപോലെ ഓയിൻമെൻറ്റ്സ്, ട്രീറ്റ്മെൻറ്റ്സ് നടത്തുന്നത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുടികൊഴിച്ചിൽ എന്തുകൊണ്ട് വന്നു, എങ്ങനെ, സാഹചര്യം നോക്കാതെ നമ്മൾ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, ഇനി ഉള്ളിലേക്ക് കുളിക്കുക അല്ലെങ്കിൽ പുറത്തേ തേക്കുന്നുള്ളൂ എന്നൊക്കെ പറയും പലരും. പക്ഷെ ഇത് പുറത്ത് തേക്കുകയാണെങ്കിൽ പോലും അത് കോശങ്ങളിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ എന്തെങ്കിലും തരത്തിൽ ചിലപ്പോൾ ആ സിറ്റുവേഷൻ എന്താ ചെയ്യുക, കൂടുതൽ അത് വഷളാക്കി കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. ആ കോൺഫിഡൻസിന് വീണ്ടും തകർക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തൻ്റെ മുടി കൊഴിഞ്ഞത്, അതിന് സ്ട്രെസ്സാണോ, മെൻ്റൽ സ്ട്രെസ്സാണോ, ഫിസിക്കൽ സ്ട്രെസ്സാണോ, വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി ആണോ, അതേ നമ്മൾ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കാത്തതുകൊണ്ടാണോ, ലൈഫ് സ്റ്റൈൽ ഡിസീസാണോ, എന്താ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. പുറത്തുനിന്ന് മാത്രം ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിന് മാറ്റം കിട്ടിക്കൊള്ളണമെന്നില്ല. ടെൻഷനുള്ള ആളുകളിൽ ടെൻഷൻ ഒഴിവാക്കൽ വളരെ നിർബന്ധമാണ്.
അതിൻ്റെ മുന്നേ നമ്മൾ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരു പാലിയേറ്റ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാനേ പറ്റൂ. കംപ്ലീറ്റ് മാറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ എന്നുള്ള ഫാക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകണം. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് നോർമൽ കോമൺ തിങ്സ് പറയാം. നട്ട്സ്, അതുപോലെ തന്നെ പംകിൻ സീഡ്, അതുപോലെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും നല്ലതാണ്. പരിപ്പ്, നെല്ലിക്ക, നാരങ്ങ, ചിക്കൻ, അതുപോലെ ചെറിയ ഫിഷുകൾ, പിന്നെ ഇലക്കറികൾ, അതുപോലെ പ്രോട്ടീൻ കൂടുതലുള്ള കടല, പരിപ്പ്, മമ്പയർ, ചെറുപയർ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മളൊരു ലഞ്ച് ടേബിളിൽ ഇത് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങളുടെ മുടി വളർച്ച ഈസി ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ല് മുടിയിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രേഷൻ. നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരാനും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ വളർന്നു വരുന്ന മുടി നല്ലൊരു ന്യൂട്രിയൻറ്റും എല്ലാം ഉള്ള സ്ട്രോങ് മുടിയായിട്ട് തുടർന്നു പോകാനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം വേണം. അപ്പോൾ ഒരു 2-2.5 ലിറ്റർ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 20 kg ഉള്ള ആൾ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് കുടിക്കുക. പിന്നെ ടെൻഷൻ, സ്ട്രെസ് ഒഴിവാക്കുക, സുഗമമായിട്ട് ഉറങ്ങുക. ഒരു 6-7 മണിക്കൂർ നിർബന്ധമായിട്ടും ഡീപ്പ് സ്ലീപ്പിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. ഉറക്കം വെള്ളം ക്ലിയർ ആയാൽ തന്നെ ഓൾമോസ്റ്റ് മുടി കൊഴിച്ചിൽ നിങ്ങളത് നിൽക്കും. പിന്നെ ആ കാരണം ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ ഒരു മുടി കൊഴിച്ചിലും കൂടെ ക്ലിയർ ആയി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നനഞ്ഞ മുടി കൂടുതലായിട്ട് തിരുമാതിരിക്കുക, തോർത്തുപയോഗിച്ചിട്ട് കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക, ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സ്വന്തം ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് ഒരു ഡോക്ടറുടെ സഹായം എപ്പോഴും തേടാം. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുടി കൊഴിച്ചിൽ എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കും. ഇനി നിങ്ങൾക്ക് ടെൻഷനോ സ്ട്രെസ്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള മെഡിസിൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. കറക്റ്റ് ഡീറ്റെയിൽ ഫിസിക്കലി അതേപോലെ ശാരീരികമായിട്ടും മാനസികമായും എല്ലാ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മെഡിസിൻ നൽകുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ താരനോ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ മുടി കൊഴിച്ചിലിന് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.